Hello everyone, welcome back to a brand new vlog. It's your boy Urban T and I'm bringing you guys a brand new video. I hope you guys having an amazing day. Stay home, stay safe, and eventually my area got locked down, so I'm stuck in my home. I couldn't do some videos outside, so that I'm stuck inside. So apologies for not doing lit videos like that. So anyways, I have to keep my promise like that, right? So I have to do a video, and yeah, I hope you guys doing well as always. In today's video, what I'm gonna do is tell you all 10 things you can do while you quarantine for 14 days. And before that, get into the video, I just want to say thank you to everyone who supported me, and thank you for all the good responses and the bad responses as well. And thank you to all the people who messaged me and saying your video was good, it was a fun video, and most people have requested me to do challenging videos like these to make it more interesting. Yeah. So I just want to say thank you to everyone, and they have requested me to do one thing. മലയാളത്തിൽ ചെയ്തൂടെ സഹോദര? പിന്നെന്താ, മലയാളത്തിൽ ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പക്ഷെ മലയാളത്തിൽ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മലയാളം അറിയാം. ഞാൻ ഇന്ത്യൻ പൗരനാണ്, ലിറ്ററലി ഇന്ത്യൻ പൗരനാണോ എന്ന് പറയാം. ഇന്ത്യൻ പൗരനാണൊക്കെ ഒക്കെ പറയാം. എന്നാലും ആവട്ടെ, മലയാളിയാണല്ലോ. എന്റെ സംസാരം കേട്ടുമ്പോൾ മനസ്സിലാവുമല്ലോ, ഞാൻ മലയാളി തന്നെയാണ്. അപ്പോ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുമ്പോൾ എനിക്ക് ചില സമയത്ത് ഇത് കിട്ടില്ല. എന്തായിരുന്നു, ഫ്ലോ വരണമെന്നില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ ഐ എം ക്വൈറ്റ് യൂസ്ഡ് വിത്ത് ദാറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഫാമിലിയിലോട് സംസാരിക്കുമ്പോൾ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, ഐ മീൻ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിനോടൊക്കെയാണ്. എന്നെ ക്ലോസ് ആയിട്ടുള്ള മമ്മി, മോം, aunt, my dad and aunt, ഞാൻ അവരോടെല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. So it's pretty comfortable for me while I speak in English. But friends and family, but most of my friends have requested me മലയാളത്തിൽ ചെയ്യും. So this video is dedicated to my friends. So ഫ്രണ്ട്സിന് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും കാണിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ 10 കാര്യങ്ങൾ ക്വാറന്റൈനിൽ ചെയ്യാനുള്ള 10 കാര്യങ്ങൾ. അതായത് വീട്ടിൽ വെറുതെ ബോറടിച്ചിക്കല്ലേ. സോ പലപ്പോഴും പലരും ആലോചിക്കും, പലരും ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പലരെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോകും, അല്ലെങ്കിൽ അവർ എയർപോർട്ട് ടാക്സി എടുത്ത് വരും. ഇത് ചിലരപ്പോൾ എന്ത് ചെയ്യും, ഹോട്ടൽ റൂമിലെടുത്ത് താമസിക്കും, ചിലർ വീട്ടിൽ താമസിക്കും. വീട്ടിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റൂമായിരിക്കും അവർക്ക് കിട്ടുന്നത്, ചിലപ്പോൾ ഒരു ഫുൾ വീടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഒരു മനുഷ്യനല്ല, നമ്മൾ മനുഷ്യന്മാരാ, ഞാനും മനുഷ്യനാണ്, നിങ്ങളെല്ലാം മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങനെ ഫുൾ ടൈം ഇരിക്കാൻ നടക്കാത്ത കാര്യം. ബട്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ടു അവോയ്ഡ് കോൺടാക്ട് വിത്ത് എവ്രി വൺ. ഈ ഞാൻ കേട്ടിട്ടുള്ളിടത്തോളം ഈ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം ഉണ്ടാവുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നതല്ല നല്ലത്. അപ്പോൾ നമ്മളെല്ലാം വീട്ടിലിരിക്കും. ഈ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഒന്നും ചെയ്യില്ല, കിടന്നു തുടങ്ങും. പക്ഷേ ചെയ്യാനുള്ള 10 കാര്യങ്ങൾ ഞാൻ പറയാം. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ്. സോ എല്ലാവരും വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദ വീഡിയോ. പീസ്. സോ ഫസ്റ്റ് കാര്യം ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെ കൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, ഡു എക്സസൈസസ്. ഐ മീൻ നമുക്ക് ഇഷ്ടംപോലെ എക്സസൈസസ് ചെയ്യാൻ പറ്റും. പുഷ്-അപ്സ്, പിന്നെ യോഗാസ് ചെയ്യാം. ആൻഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണമല്ലോ. സോ ഇങ്ങനെ ഹെൽത്തി ആക്കി ഇരുന്നാലല്ലേ പറ്റുള്ളൂ നമുക്ക് കുറെ നാളത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഡു സം എക്സസൈസസ്, ഫീൽ ലൈക്ക് പുഷ്-അപ്സ്, പ്ലാങ്ക്, പിന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന യോഗാസ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോൾ യു ഫീൽ ഹെൽത്തി ഓൾവേസ്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, go do some exercises. I mean ഓരോ റൗണ്ടിൽ ഗൂഗിളിലൊക്കെ ഇഷ്ടംപോലെ, യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇഷ്ടംപോലെ വീഡിയോസ്. ഐ മീൻ ഏതൊക്കെ എക്സസൈസ് ചെയ്യാം ഡെയിലി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിരിക്കും നമ്മുടെ ബോഡി, പ്ലസ് നമുക്ക് ടൈമും സ്പെൻഡ് ആയി പോകും. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുവാനല്ലോ. സെക്കൻഡ് തിങ്, അടുത്തത്, റീഡ് മോർ ബുക്സ്. So if I say, for example, I'm not a bookish, so I'm not a person who reads books so much, but I advise you to read some books. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കൊക്കെ വായിക്കാം. ഐ മീൻ എനിക്ക് ആകെ ഒരു ബുക്ക് അറിയുള്ളൂ,
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒളിമ്പിക് കിറ്റിന്റെ, പിന്നെ കുറെ കേട്ടിട്ടുള്ളത് APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ. ദെൻ ഞാൻ അങ്ങനെ ബുക്കിഷ് അല്ല, അതുകൊണ്ട് ബുക്കിനെ കുറിച്ച് വളരെ എനിക്ക് അറിയില്ല. അത് ഞാൻ പറയാം, ബുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ബുക്കുകളൊക്കെ വായിക്കുകയാണെങ്കിൽ കുറെ കൂടെ നോളജ് നമുക്ക് വരുത്തിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ടൈം പാസ്, നമുക്ക് ടൈം അങ്ങ് പാസ് ചെയ്ത് പോകും. സോ വി ക്യാൻ വേസ്റ്റ് ടൈം ലൈക്ക് ദാറ്റ് ഡ്യൂറിങ് ക്വാറന്റൈൻ ഫോർ 14 days. അപ്പോൾ ഒരു ദിവസത്തിൽ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുക, ബുക്ക് വായിക്കുക. അപ്പോ ഈ 2 കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ eat healthy food. ഈ ഹെൽത്തി ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. പിന്നെ കൂടെ ഞാൻ ഗൂഗിളിൽ വായിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഹെൽത്തി ഫുഡ് എന്ന് ഹാവ് മോർ കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് പറയുന്നത്. എനിക്ക് അറിയില്ല, ഞാൻ ഗൂഗിളിൽ കണ്ടപ്പോഴാണ്. ഞാൻ തെറ്റാ പറഞ്ഞെങ്കിൽ നിങ്ങൾ കമന്റ് ഡൗൺ ബിലോ ഐ ഹാവ് മേഡ് റോങ് തിങ്സ്. ഐ മീൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റോങ് ആണെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ ബിലോ. I'll take your suggestions, please. And you have some have food which is having more carbohydrates, and eat some fruits, vegetables, and so on like that. So make you feel healthy. കഴിക്കണം, നല്ല രീതിയിൽ കഴിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ വീക്ക് ആവാൻ പാടില്ല. കഴിച്ച് നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കും. അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ഈ കൊറോണ വൈറസിനെ തടയാൻ പറ്റുള്ളൂ. നമുക്ക് തടയാനേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഈ സാധനം ഇപ്പൊ ഞാൻ കേട്ടെടുത്തോളം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് ഇത് ഉണ്ടാവുന്നതെന്നാണ്. അപ്പോ അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് മൊത്തത്തിൽ നമ്മളെ ബോഡിയിൽ കവർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് തടയാൻ പറ്റും. അപ്പൊ തടയാൻ ഒറ്റ കാര്യങ്ങളാണ് ഈറ്റ് ഹെൽത്തി ഫുഡ്. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ റീഡ് ബുക്സ്, എക്സസൈസ്, and eat healthy food like fruits and vegetables. Fruits and vegetables കൂടെ വിറ്റമിൻസ് എല്ലാം ഉണ്ടാവും. വിറ്റമിൻസ് എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ we can resist the coronavirus. Yeah. Fourth thing, stay hydrated always, please. Guys, please drink so many water. So വെള്ളം കുടിച്ച് hydrate your body so that you can prevent the coronavirus entering your body. കൊറോണ വൈറസ് തന്നെയല്ല, എപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ബോഡി കണ്ടിട്ടില് വെള്ളം ഉള്ളത് തന്നെ നമുക്ക് ഹെൽത്തി ആവുന്ന തന്നെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ബാഡ് ആയിട്ടുള്ള അൺഹെൽത്തി കാര്യങ്ങളല്ല തന്നെ അത് പൊക്കോളും. യൂറിനിൽ കൂടെ ആണെങ്കിലും ഏത് രീതിയിലായാലും പൊക്കോളും. സോ ഡ്രിങ്ക് വാട്ടർ, സ്റ്റേ ഹൈഡ്രേറ്റഡ്. സോ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എക്സസൈസ്, സെക്കൻഡ് തിങ് റീഡ് ബുക്സ്, third eat healthy food like fruits and vegetables, contains lot of vitamins and minerals, and stay hydrated, drink lot of water. Okay, ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കുറെ കാര്യങ്ങൾ നടക്കുന്ന പോലെ നിങ്ങളെല്ലാം കേട്ടാണ്. You all know about the Netflix and Amazon Prime. Go subscribe to all these things so you can download the file. If you are interested, download the subscribe to those Amazon Prime and Netflix to spend out your time like this. So you can download these movies and all, and documentaries, web series and all. Download it so you can spend your time the whole day. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മൂവി ഡോക്യുമെന്ററി ഒക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ ടൈം കളയാം. മനസ്സിലായില്ലേ? ആ കാര്യം ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ദ മോസ്റ്റ് ഫേവറേറ്റ് സീരീസ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് ഇസ് സൂട്ട്സ്. എനിക്ക് സൂട്ട്സ് കാണണമെങ്കിൽ ഇനിയും കാണണമെന്നുണ്ട്. സീസൺ 8 വരെ കഴിഞ്ഞിട്ടുള്ളൂ. സീസൺ 9 കാണണമെന്ന് എനിക്കുണ്ട്. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വി ആർ ഓൾസോ ഇൻ ലോക്ക്ഡൌൺ ബിക്കോസ് മൈ ഏരിയ ഇസ് കണ്ടെയ്ൻമെന്റ് സോൺ. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും ടൈം പാസ് ഒക്കെ ചെയ്തു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ടു നെറ്റ്ഫ്ലിക്സ് and all those things. Yeah, Netflix and Amazon Prime. Okay. Sixth കാര്യം എന്ന് പറയുന്നത് take an online course or internship. We can subscribe. You can just Google in the websites and just see how things are like that. You can Google in. What all things you can do to improve yourself. Like if classes ഒന്നുമില്ല, നമ്മളെല്ലാം വീട്ടിലിരിക്കുക, ജോലിക്കൊന്നും നടക്കുന്നില്ല. So what we can do is just Google somewhere like SAP in a course or test. So we can Google it and just see what all courses you can do, or you can do some internships online as well. And online, pretty much you can do everything online nowadays. And now I think you can you can earn from home itself. Yeah, you can work from home. You earn from home, right? So ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എനിക്ക് കറക്റ്റായിട്ടല്ല ഗൂഗിൾ ചെയ്തൊക്കെ ഇഷ്ടം പോലെ അറിയാൻ പറ്റും. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. കോഴ്സ് എന്ന് പറയുമ്പോൾ സാപ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഗ്രാജുവേറ്റ്സ് ആണ് എസ്പെഷ്യലി
BCom ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ BBA കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ വെറുതെ വീട്ടിൽ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞവരൊക്കെ, കാരണം അവർക്ക് മുന്നോട്ട് എങ്ങനെ ചിന്തിക്കണമെന്ന് ഇപ്പോൾ ഒരു കാര്യത്തിൽ അവർക്ക് ഒന്നും അറിയില്ല. സോ ബെറ്റർ യു ഗോ ഫോർ SAT tests and all. Some sites offer for free SAT tests, and as well as you have to pay something, but pay in the moment എന്ന് പറയുമ്പോൾ it's less. And seventh thing, നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ അല്ലെങ്കിൽ വീട്ടിലായിരിക്കും നിൽക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. സോ ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പരിസരവും അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ make it cleaner, to be honest with you. So make it cleaner. നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായിരിക്കുന്നത് കാണുമ്പോൾ might be interesting side, right? So അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ you can redecorate your home as well, or your room. ചിലപ്പോൾ you might be getting, while you land in your homeland, you might be getting a hotel room, or you might be getting a room in your house, or get a full house for yourself. So നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ clean your rooms, redecorate your room, whatever you do, you can do whatever you want. So ഞാൻ പറഞ്ഞ പോലെ തന്നെ 7 കാര്യങ്ങൾ ആദ്യം കൊണ്ട് പറയാം. Exercise, read books, eat healthy foods like fruits and vegetables, and it contains a lot of vitamins and minerals, and stay hydrated, drink a lot of water, and download Netflix and Amazon Prime and subscribe to it, so you can download so many of movies, documentaries, films, etc., and you can watch every day. Then take an online course. Take an online course internship for, ഇപ്പോൾ പറഞ്ഞല്ലോ BCom BBA കഴിഞ്ഞ സ്റ്റുഡൻസിനെല്ലാം വെറുതെ ഇരിക്കേണ്ടത്, എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇന്റേൺഷിപ്പോ ഓറൽസ് നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, ഓൺലൈൻ കൂടി ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ദെൻ റീഡെക്കറേറ്റ് ചെയ്യാൻ പോകും, വീടുകളൊക്കെ റീഡെക്കറേറ്റ് ചെയ്യാം, ക്ലീൻ ആക്കാം, അപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. സോ മേക്ക് യുവർ സറൗണ്ടിങ്സ് ക്ലീനർ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാർട്ട് എ ക്വാറന്റൈൻ ജേർണൽ. സ്റ്റാർട്ട് എ ക്വാറന്റൈൻ ജേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് എഴുതിയിട്ടോ. കാരണം ഫ്യൂച്ചറിൽ വരുമ്പോഴാണെങ്കിൽ നമുക്കത് ആലോചിച്ച് ചിന്തിക്കും. നമുക്ക് ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ പേജൊക്കെ മറച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ പൊട്ടത്തരങ്ങൾ കാണിച്ചു വെച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കോമഡി എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് നമ്മൾ അത് എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ല, ചിലപ്പോൾ നമ്മൾ മറന്നുപോയിരിക്കും. അപ്പൊ അതിനേക്കാളൊക്കെ നല്ലത് എന്തുകൊണ്ട് നമ്മൾ ബുക്ക് വായിച്ചു നോക്കുന്ന, നമ്മൾ ബുക്ക് എഴുതിയിടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എഴുതിയിടാലോ. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതൊക്കെ. സോ ജേർണലൊക്കെ എഴുതുക. Then listen to all classic music by legends. നമ്മൾ കുറെ കൂടെ മ്യൂസിക് ഒക്കെ കേട്ടു പോകുന്നതായിരിക്കും നല്ലത്. കാരണം മ്യൂസിക് എന്നൊക്കെ എല്ലാവർക്കും സമാധാനവും, ചിലർക്കൊക്കെ റോക്ക് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ്, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ എന്നെ പോലുള്ളവർക്കാണെങ്കിൽ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്സ് ഒക്കെ എനിക്കിഷ്ടം. പിന്നെ ഞാൻ അധികം മലയാളം മ്യൂസിക് കേൾക്കാറില്ല. നിങ്ങൾ ട്രോൾ ചെയ്യില്ല പ്ലീസ്. ഞാൻ അധികം മലയാളം മ്യൂസിക് കാണാറില്ല, അതുകൊണ്ട് സിനിമ പോലും കാണാറില്ല അധികം. അപ്പോൾ മലയാളം മ്യൂസിക് ചിലതൊക്കെ ഞാൻ കേൾക്കാറുള്ളൂ. ഇംഗ്ലീഷ് മ്യൂസിക്സ് ആണ് കൂടുതൽ കേൾക്കുന്നത്. എന്തായാലും ആരും ജാടിയാന്ന് പറയരുത് പ്ലീസ്, എനിക്ക് അത്രയും പറയാനുള്ളൂ. കാരണം ഞാൻ കേട്ടിട്ടുള്ളിടത്തോളം അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഞാൻ ആരും ട്രോൾ ചെയ്യില്ല. ഞാൻ ഇംഗ്ലീഷ് മ്യൂസിക്, അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മ്യൂസിക് ഒക്കെ കേൾക്കുക. ഏത് ലാംഗ്വേജിലാണെങ്കിലും, ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ തമിഴോ തെലുങ്കോ എന്തെങ്കിലുമൊക്കെ കേട്ടു നോക്കും. പഴയ മ്യൂസിക് ആണെങ്കിലും പുതിയ മ്യൂസിക് ആണെങ്കിലും അതൊക്കെ കേട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ടൈം പാസ് ചെയ്യാം. സോ ലാസ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് എസ്പെഷ്യലി ഏറ്റവും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൈസ സേവ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള കാര്യം we actually don't know what will happen. This is uncertainty. Uncertainties can happen at any time. So we should take necessary precautions like saving up so much money. ഈ മണി എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് മാക്സിമം സേവ് ചെയ്യുക, എസെൻഷ്യൽസ് ഒക്കെ മേടിക്കുക. നമുക്ക് അധികം ലക്ഷറിയിലേക്ക് കടക്കാതിരിക്കുക ഈ സമയത്ത്. എസ്പെഷ്യലി ഫോർ ദിസ് times will change. So I'm requesting you all to save so much money. പുറത്തു പോയി കഴിക്കേണ്ട അങ്ങനെയൊന്നുമല്ല, അതൊക്കെ വളരെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചെറിയ ലക്ഷറിയാണ്. സോ കുഴപ്പമില്ല, അതൊക്കെ എല്ലാപ്പോഴും പുറത്തു പോയി കഴിക്കുന്നവർക്ക് നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ സേവ് അപ്പ് സോ മച്ച് മണി. ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് ഒട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്താണെങ്കിലും നമുക്ക് കൈ പൈസ ഉണ്ടെങ്കിൽ ആരുടെ മുന്നിൽ നാണം കെടേണ്ട അവസ്ഥയില്ല. അപ്പോൾ 10ാമത്തെ കാര്യം തന്നെ സേവ് അപ്പ് സോ മച്ച് മണി. യെസ്, ആൻഡ്
അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ആൻഡ് hope you guys enjoy the video. And I hope this video makes useful to all the people, especially people, if you quarantine, I'm suggesting you to quarantine at hotels, because the thing is, വീടുകളിൽ പോയി ചെയ്യാൻ കൊടുക്കണം ഞാൻ പറയില്ല, കൊടുക്കണ്ട. അത് വീടുകളിൽ പോയി റിസ്ക് എടുക്കണം. വീട്ടിലുള്ളവർ വീട്ടിലെ സമാധാനം, നാട്ടിൽ നാട്ടുകാർ താമസിക്കും. ബട്ട് ഹോട്ടൽസിലാണെങ്കിൽ ഞാൻ പറയാലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സേവ് ഓഫ് സോ മച്ച് മണി. പക്ഷേ ഹോട്ടൽസിലാണെങ്കിൽ അതിനനുസരിച്ച് അവർ പ്രിക്കോഷണറി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ തന്നെ ഇത് ക്വാറന്റൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. 3 നേരം ഫുഡ് എല്ലാം കിട്ടും. നമുക്ക് പ്രൈസസ് ഒക്കെ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഗവൺമെന്റ്സ് എല്ലാം സ്റ്റാർ റേറ്റിനനുസരിച്ച് റേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ദിസ് ഇസ് മച്ച് മോർ ഈസിയർ ആസ് വെൽ ആസ് മോർ സേഫർ ടു അതേഴ്സ്. സോ റിക്വസ്റ്റിംഗ് ഓൾ to book a hotel before you come, or when you land here you have the government always provides us the opportunity for booking the hotels according to star rates. I think it's like if for a 5-star hotel, if it includes 3 meals per day, I mean lunch, breakfast, lunch and dinner, and it costs around like for 5-star rating, for 5-star hotels it's like 2,500. Also pala YouTuber na video kandana 2,500. So അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ദിസ് ഇസ് മച്ച് മോർ, ഹെൽത്ത് ഇസ് മോർ പ്രഷ്യസ് ദാൻ വെൽത്ത്. അപ്പോൾ പറഞ്ഞല്ലോ പൈസ സേവ് ചെയ്യണം, ഞാൻ പറഞ്ഞത് അതല്ല, പൈസ സേവ് ചെയ്യണം. അപ്പോൾ അതുപരി നമ്മുടെ ഹെൽത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ട്രൈ ടു സ്റ്റേ ഇൻ ഹോട്ടൽസ് റാദർ ദാൻ ഗോയിങ് സ്റ്റേ ഇൻ യുവർ ഹോംസ്. ആൻഡ് നെയ്ബേഴ്സിനെല്ലാം പേടികൾ ഉണ്ടാക്കാതെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുവന്ന കാര്യം ഇതാണ്, ഹോട്ടൽസ് എടുക്കുക. ആൻഡ് like I said, I hope you guys enjoy the video. Make sure you smash that like button, subscribe if you're new around here, and turn on the post notifications so you guys get notified whenever I upload the video. Until next time, I'll see you guys with a brand new video. Until then, bye.